ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് എവ്രി വൺ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു കോൺസെപ്റ്റാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ കോൺസെപ്റ്റിൻ്റെ പേരാണ് ബുദ്ധ ബൗൾ. ഓക്കെ, എന്താണ് ബുദ്ധ ബൗൾ? ബുദ്ധ ബൗൾ എന്ന് പറയുന്നത് ഇതൊരു പണ്ട് മുതലേ ഉള്ള ഒരു സംഭവമാണ്. ഓക്കെ, ബുദ്ധൻ ഇതേപോലെ ഒരു ബൗൾ എടുത്തിട്ട് അവരുടെ വിശ്വാസമാണ് കേട്ടോ, ഇങ്ങനെ പോയിട്ട് ഓരോ വീടാന്തരം പോയിട്ട് ഭിക്ഷ ചോദിക്കുന്ന സമയത്ത് അവിടെയുള്ള വില്ലേജിലുള്ള ആൾക്കാർ അവരുടെ വീട്ടിൽ എന്താണോ ഉണ്ടാക്കിയിരിക്കുന്നത് അത് കുറച്ചായിട്ട് ആ ഒരു ഹോൾ മീലാവുന്ന പോലെ അവർ കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തു വരുന്ന സമയത്ത് ആ ഒരു ബൗളിൽ ഉണ്ടാവുന്ന കുറച്ച് ഗ്രെയിൻസ്, കുറച്ച് ഫ്രഷ് വെജിറ്റബിൾസ്, ഇല്ലെങ്കിൽ അവരുടെ വീട്ടിൽ എന്താണോ അന്ന് ഉണ്ടാക്കിയിരിക്കണം അങ്ങനെ കുറച്ച് സാധനങ്ങളായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണത്രേ ഗൗതമ ബുദ്ധൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ് മാർത്ത സ്റ്റ്യൂവർട്ട് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഷെഫിൻ്റെ കുക്ക് ബുക്കിൽ വന്ന സമയത്ത് അത് അമേരിക്കയിൽ അത് ഭയങ്കരമായിട്ട് പോപ്പുലർ ആവുകയും എല്ലാം ചെയ്തതിന് ശേഷമാണ് ഷെഫുകളുടെ ഇടയിൽ ഈ ബുദ്ധ ബൗൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നത്. അപ്പോൾ വിനീസ് കിച്ചണിലും ഞാൻ എപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഹെൽത്തി ആയിട്ടുള്ള ബുദ്ധ ബൗൾ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതിൽ ഒരു റൈസ് വേണം, സോട്ടേഡ് വെജിറ്റബിൾസ് വേണം, അതേമാതിരി തന്നെ ഒരു പ്രോട്ടീൻ സോസ് വേണം, ഒരു സാലഡ് വേണം, ഒരു റോ വെജിറ്റബിൾസ് വേണം. ഓക്കെ, ഇതൊക്കെയാണ്. അപ്പോൾ പ്രോട്ടീൻസ് എല്ലാം വെജിറ്റേറിയൻ ആയിരിക്കണം. മാക്സിമം ബുദ്ധ ബൗൾ വന്നിട്ട് വെജിറ്റേറിയൻ ആയിരിക്കും. നമ്മൾ എല്ലാ പച്ചക്കറിയും എടുക്കുന്നുണ്ട് സോട്ടേഡ് വെജിറ്റബിൾസിന്. പ്രോട്ടീൻ സോസിന് നമ്മൾ എടുക്കുന്നത് സോയയാണ് ഇവിടെ. നിങ്ങൾക്ക് വേറെ എന്ത് പ്രോട്ടീൻ സോസിന് പനീറോ ടോഫുവോ എന്താ വേണമെന്ന് വെച്ചാൽ എടുക്കാം. ഞാൻ പൊതുവേ എൻ്റെ ക്ലയൻറ്റിന് അനുസരിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഒരു ക്രിങ്കിൾ കട്ടർ യൂസ് ചെയ്തിട്ടാണ് ഞാനൊരു അതായത് വെജിറ്റബിൾ സോട്ടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മുറിക്കുന്നത് ക്രിങ്കിൾ കട്ടറിലാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മുറിക്കാട്ടുള്ളൂ. അങ്ങനെ എല്ലാ പച്ചക്കറികളും മുറിച്ച് വയ്ക്കുക. നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റൈസാണ്. ഓക്കെ, ഒരു ഹേർബ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബട്ടർ ഇട്ടിട്ടുണ്ട്. ആ ബട്ടറിലേക്ക് കുറച്ച് ഹേർബ്സ് ഇടുകയാണ്, കുറച്ച് അതേമാതിരി തന്നെ നമ്മളുടെ ചില്ലി ഫ്ലേക്സ് ഇടുകയാണ്. ഹേർബ്സ് ഏത് വേണമെങ്കിലും ഇടാം. ഞാൻ കുറച്ച് തൈം, പാഴ്സ്ലി, അതേമാതിരി തന്നെ ഒറിഗാനോ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്തിട്ട് അതിലേക്ക് നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ബാസ്മതി റൈസും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് സോട്ടേ ചെയ്തിട്ട് മല്ലിയിലയും കൂടിയിട്ട് ഇട്ടിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹേർബ് റൈസ് എന്ന് പറയുന്നത് റെഡി ആയിരിക്കും. അപ്പോൾ ഈ ഹേർബ് റൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? ഒരുപാട് പേര് റെസ്റ്റോറൻറ്റ്സിൽ പോകുമ്പോൾ ഹേർബ് റൈസസ് കഴിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഹേർബ് റൈസ്. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗാർലിക് സോട്ടേഡ് വെജിറ്റബിൾസ് ആണ്. ഇതിൽ നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ നല്ലോണം എൻ്റെ കയ്യിന് ഒരു പിടിയോളം ഗാർലിക്ക് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് സോട്ടേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന എല്ലാ പച്ചക്കറികളും അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് പച്ചക്കറികൾ കൂടുതലുണ്ട് എന്നെനിക്ക് തോന്നി. ഞാൻ എല്ലാ പച്ചക്കറികളും കൂടി ഇട്ട് വന്നപ്പോൾ എനിക്ക് തോന്നി കുറച്ച് കൂടുതലുണ്ടെന്ന്. കോളിഫ്ലവർ, ബ്രോക്കലി, ക്യാപ്സിക്കം, സുക്കീനി, ക്യാരറ്റ്, ബീൻസ്, മഷ്റൂംസ് എല്ലാം കൂടി വന്നപ്പോൾ കുറച്ച് കൂടുതലായി. അതുകൊണ്ട് തന്നെ ഞാൻ പാത്രം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് സോട്ടേ ചെയ്യുക. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു തുള്ളി പോലും നമ്മളിതിൽ വെള്ളം യൂസ് ചെയ്യില്ല. ഇത് സ്റ്റീം കുക്ക്ഡ് വെജിറ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലേശം എന്താണ് പറയുക പോലും വെള്ളം യൂസ് ചെയ്യാതെയാണ് നമ്മൾ അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്യണത്. ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അടച്ചു വയ്ക്കുന്നു, സ്ലോ ഫ്ലെയിമിൽ സ്റ്റീം കുക്ക് ചെയ്തെടുക്കുന്നു. ആ സ്റ്റീം കുക്കും സോട്ടയും ചെയ്തെടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒലിവ് ഓയിലിൽ സോട്ടേ ചെയ്തെടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ഫ്രഷ്നെസ്സും ആ പച്ചക്കറിയാണ് നമുക്കിതിൻ്റെ കൂടെ അക്കമ്പനി ചെയ്യാൻ നല്ലൊരു സംഭവം. അപ്പോൾ അങ്ങനെ വെജിറ്റബിൾസും നമ്മുടെ ആക്കി വെച്ചു. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയയാണ്. സോയ നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാം. അതിനെ ചുടുവെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ച് പിഴിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഞാൻ വെരി ബേസിക് മസാലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതേമാതിരി തന്നെ കുരുമുളക് പൊടി, ഗരം മസാല പൊടി, പെരിഞ്ജീരകം എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് എണ്ണയിൽ അങ്ങോട്ട് സോട്ടേ ചെയ്തു. അതിലേക്ക് ഈ പറയുന്ന വേവിച്ച് നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയേനെ അതിലേക്ക് ഇട്ടു. അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയിട്ട് ഇവിടെയും നമ്മൾ വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല. അടച്ചു വെച്ചിട്ട് നമ്മളതൊരു ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കുകയാണ്. നിങ്ങൾക്കിതിൽ വേണമെങ്കിൽ സവാള ഇട്ടിട്ട് നോർമലായിട്ടുള്ള രീതിയിൽ പുരട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ കൂടുതൽ മസാലാസ് യൂസ് ചെയ്യാതെ വളരെ
മിനിമൽ ആയിട്ടുള്ള മസാലാസ് യൂസ് ചെയ്യുന്ന സമയത്താണ് ആ ബൗളൊന്ന് കംപ്ലീറ്റ് ബാലൻസ് ആയിട്ട് വരുന്നത്. അങ്ങനെ അടച്ചു വെച്ച് നമ്മൾ കുക്ക് ചെയ്യുന്നു. കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലേശം കുരുമുളക് പൊടിയും കൂടി മുകളിലേക്ക് വിതറി കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ആ ഒരു പ്രോട്ടീൻ സോഴ്സ് ആയിട്ടുള്ള സോയ ചങ്ക്സിൻ്റെ ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾ ഒരു സാലഡാണ് ഞാനിവിടെ ചെറിയ ടൊമാറ്റോസ്, അതായത് കുഞ്ഞു കുഞ്ഞു ടൊമാറ്റോസ് ഇല്ലേ, അതും വിനീഗറും എല്ലാം കൂടി യൂസ് ചെയ്തിട്ട് പാർസ്ലിയും കൂടി ഇട്ടിട്ടുള്ള ഒരു ചെറിയ ടൊമാറ്റോ സാലഡാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ബാൽസാമിക് വിനീഗറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോർമൽ വിനീഗർ യൂസ് ചെയ്യാം. ഇത് നോർമലായിട്ട് ബോയിൽ ചെയ്ത് ഉപ്പിട്ട് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന സ്വീറ്റ് കോൺ, പിന്നെ പച്ചക്കറിയിൽ അതായത് പച്ചയ്ക്ക് കഴിക്കാനുള്ള നമ്മുടെ ക്യാബേജ്, പേർപ്പിൾ ക്യാബേജ്, ഹെർബ് റൈസ്, അതേമാതിരി തന്നെ നമ്മുടെ വെജിറ്റബിൾസും റെഡി ആയിട്ടുണ്ട്, സോയ ചങ്ക്സും റെഡി ആയിട്ടുണ്ട്. ഇതാണ് വെജ് കോൺസെപ്റ്റിലുള്ള, അതായത് എന്ത് വെജ് വേണമെങ്കിലും എടുക്കാം. ഇതാണ് വിനീസ് കിച്ചണിൽ വെജ് കോൺസെപ്റ്റിൽ പോകുന്ന ബുദ്ധ ബൗൾ എന്ന് പറയുന്ന സംഭവം. ഇതൊരു ബാലൻസ്ഡ് മീലായിരിക്കും. ഈ ഒരു ബൗൾ നിങ്ങൾ കഴിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള മീലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ പോർഷൻ സൈസ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത്ര പോർഷൻ റൈസ്, അതിൻ്റെ ഹാഫ് ടു ഹാഫ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പച്ചക്കറികളായിരിക്കും. ഞാൻ പച്ചക്കറി എക്സ്ട്രീം കൊടുക്കാറുണ്ട്. ബിക്കോസ് ഒരുപാട് ആൾക്കാർ പച്ചക്കറി ഇനിയും കഴിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട്. സോ അതുകൊണ്ട് അവർക്ക് ഞാൻ എക്സ്ട്രാ കൊടുക്കാറുണ്ട്. സൈഡിൽ നമ്മൾ പച്ചയ്ക്കുള്ള ക്യാബേജ് വയ്ക്കും. നമ്മൾ ആദ്യം വിചാരിക്കും ഈ പച്ചയ്ക്കുള്ള ക്യാബേജ് കഴിക്കാൻ എങ്ങനെ ഉണ്ടാവുമെന്ന്. നോ, ഇത് രണ്ടിൻ്റെയും കൂടി കോമ്പിനേഷൻസ് എല്ലാം കൂടി വരുന്ന കോമ്പിനേഷൻ വരുന്ന സമയത്ത് ഈ പച്ചയ്ക്ക് പോകുന്ന ക്യാബേജൊക്കെ നമുക്ക് അറിയും പോലും ഇല്ല. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു ബൗളിന് ഉണ്ടാവുക. എല്ലാം സൈഡിൽ വയ്ക്കുക. ഒരു എന്താ പറയുക, ഒരു ഇൻ്റർനാഷണൽ പൊതിച്ചോറ്, വെജ് പൊതിച്ചോറ്, അത്ര തന്നെ ഉള്ളൂ. പക്ഷേ ആ കോൺസെപ്റ്റ് വളരെ ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ്. ഈ എല്ലാം കൂടി വെച്ച് കഴിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു രുചി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വെജ് ഓപ്ഷനാണ് എല്ലാവിടെയും ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വെജ് ഓപ്ഷൻ എപ്പോഴും വെക്കാറുള്ളത്. ഇത്രയും വെജിറ്റബിൾസ് ആയിട്ടുള്ള രീതിയിൽ കഴിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ വളരെ നമ്മുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് എക്സ്ട്രാ വെജിറ്റബിൾസും വെച്ചിട്ടുണ്ട്. എൻ്റെ വിനീസ് കിച്ചണിൽ സൂപ്പർ ഹിറ്റായിട്ട് പോകുന്ന ഒരു റെസിപ്പിയാണ് ബുദ്ധ ബൗൾ. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത്